அப்பா இந்த பொம்மைக்கு நிஜமா உயிர் வந்த மாதிரி இருக்கு இல்லையப்பா? இதை மட்டும் கொடுக்க வேணாப்பா. என்ன சமானா பொருள் எல்லாம் ரெடியாச்சா? ரெடியாச்சுங்கய்யா. குழந்தை தூங்குறாளா? ஆமா, தூங்கிட்டு இருக்காரு. 4 சீக்கிரம் கொடுங்க, போயிட்டு நிறைய வேலை இருக்கு. வந்துட்டங்க. சரி. நீ எந்த நேரம் பார்த்தாலும் இதே சண்டை.
സച്ചിൻ ടെണ്ടുൽക്കർ നമുക്ക് കളിക്കാം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓ അത്രയ്ക്ക് ജാടാണെങ്കിൽ നമുക്ക് പോവാം. വാ നിക്ക്, നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കേ. ഇതാര് സന്ദീപ് ഈ പെൺകുട്ടി? എനിക്കറിയില്ല. ஐயா வண்டி நிறுத்துங்கண்ணே, நிறுத்துங்கண்ணே, இங்கே நிறுத்துங்க. എന്താടാ അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞേ? அண்ணே எங்களெல்லாம் இங்கே இறக்கி விட்டுட்டண்ணே. ശരി ശരി, വേഗം வேണം. என்ன பார்த்துட்டு இருக்கீங்க எல்லாரும்? எழுந்திரு. இங்க தான் நாம தங்க போறோம். எழுந்திருமா, எழுந்திரு பாப்பா, எழுந்திரு. உன்னதான் அந்த பாப்பாவை எழுந்திரப்பா, எழுந்திரு, எழுந்திரு, பாப்பாவை கூப்பிடுமா. இறங்க 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 சீக்கிரம் இறங்க. கண்ணே எழுந்திரு, எழுந்திரு கண்ணே, எழுந்திரு. நாம இனி இங்க தான் தங்க போறோம். எழுந்திரு, வா சீக்கிரம் வா. வா கண்ணே. ഹായ് അമ്മ, പാരുമ എവളവ് നല്ലാർക്ക് പച്ചൈ പശുമയ്യ. 500 കിലോമീറ്റർ നിങ്ങളെ ചോന്നുകൊണ്ട് വന്നതിന് 500 രൂപയോ? കൊടുങ്ങയ്യ 100 രൂപ. കൊടുങ്ങയ്യ ഇതെല്ലാം ഇങ്ങ പോട്ടിട്ട് പോണ ആരെടുത്തിട്ട് പോണ? 20 രൂപ കൊടുക്ക. കൊടുങ്ങ அது போதும். പോയാ. மெதுவா. எல்லாரும் எங்க போறீங்க? என்னால தனிய முடியுமா இதெல்லாம்? பாத்து நிக்காம சீக்கிரமா எடுங்கடா, வண்டிக்காரன் கிட்ட போறான். இந்த இடம் எனக்கு ரொம்ப பிடிச்சிருக்கு. உங்களுக்கோ? பிடிச்சிருக்கு. சுமங்கலா, விளையாட்டு நிப்பாட்டிட்டு சீக்கிரமா சாப்பிட வா. கொஞ்ச നേരം കഴിഞ്ഞ് വരാം. നിർത്താൻ ഇതുവഴി വരാൻ തോന്നിയത്ര നന്നായി. എന്റെ അമ്മേ. ശരിയാ, ഇനി ഈ വഴി നമുക്കൊരു ശീലമാക്കണം. ഏറ്റു விளையாடினது போதும். வாங்கடா, வாங்க சாப்பிட போலாம். मुझको भी तो लिफ्ट करा दे थोड़ी सी. பழைய பிளாஸ்டிக் பாட்டில், பழைய சாமான் கொடுக்கிறதுக்கு இருக்கா? பழைய பிளாஸ்டிக் பாட்டில், பழைய சாமான் கொடுக்கிறதுக்கு இருக்கா? பழைய பிளாஸ்டிக் பாட்டில், பழைய சாமான் கொடுக்கிறதுக்கு இருக்கா? பழைய பிளாஸ்டிக்
പ്ലാസ്റ്റിക് ബാട്ടിൽ പഴയ സാമാൻ കൊടുക്കരുത് இருக்கா? ഇവിടെ ഒന്നുമില്ല, പോയിക്കോ. അമ്മ പഴശ്ശേതാവത് കൊടുക്കരുത് இருக்கா? പോയില്ലേ നാശം. പോ പോ, പോയിക്കോ പോയിക്കോ, ഇവിടെ ഒന്നുമില്ല. രാവിലെ തന്നെ തെണ്ടാൻ ഇറങ്ങിക്കോളും. किसी और की मेरी जिंदगी, किसी और की मेरे नाम का कोई और है. मेरी जिंदगी किसी और की मेरे नाम का कोई और है. मेरा अक्स है. എന്താണോ തനിക്കിന്ന് വരയ്ക്കാൻ പോലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ? ഞാൻ വന്നപ്പോൾ പോലും നോട്ട് ചെയ്യാൻ തുടങ്ങിയതാ. എന്തു പറ്റി? എന്താണോ തനിക്കിന്നൊരു മൂഡ് ഓഫ്? ഇതെങ്ങനെ വെച്ചാ ഞാൻ അമ്മയെ കാണിക്കുക? സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാടാ. പഴയ പ്ലാസ്റ്റിക് ബാട്ടിൽ പഴയ സാമാൻ കൊടുക്കരുത് இருக்கா? പഴയ കുപ്പി പാട്ട പേപ്പർ പഴയ സാമാൻ കൊടുക്കരുത് இருக்கா? പഴയ പ്ലാസ്റ്റിക് ബാട്ടിൽ പഴയ സാമാൻ കൊടുക്കരുത് இருக்கா? പഴയ കുപ്പി പാട്ട പേപ്പർ പഴയ സാമാൻ കൊടുക്കരുത് இருக்கா? മോളെ പഴയ തൊട്ടി പാട്ടി ഒക്കെ ഉണ്ട്, ഇങ്ങോട്ട് വാ. കുപ്പി പാട്ട എങ്കെ? അകത്തുണ്ട്, പോയി എടുത്തോ. വാ, അകത്തുണ്ട്. മോള് വന്ന് അകത്തുണ്ട് എടുത്തോ. മോള് ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും വേണം. അമ്മ വേണം 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 വേണം.
ഞാൻ ചീത്ത പറയുമ്പോ വേണുവിന് വലിയ വിഷമായിരുന്നില്ലേ? ഇപ്പൊ കണ്ടോ, മാത്സിന് 48 ഉണ്ട്. അല്ലായിരുന്നെങ്കിൽ പഴയ പോലെ 40 41 ഒക്കെ വാങ്ങിച്ചു വന്നേനെ. വഴക്ക് പറയാനെടുത്ത് ലാളിച്ചിട്ട് കാര്യമില്ല. കുട്ടികൾ കൂടുതൽ വഷളാവേ ഉള്ളൂ. അത് കറക്റ്റാ. കീപ് ഇറ്റ് അപ്പ്. താങ്ക്സ്. പഴയ പ്ലാസ്റ്റിക് ബാട്ടിൽ പഴയ സാമാൻ കൊടുക്കതുക്ക് ഇറുക്കാ. യെസ്. ഓ, രക്ഷപ്പെട്ടു. ഇനി അച്ഛനൊന്ന് സൈൻ ചെയ്ത് തന്നാ മതി. ഇത് വല്ല പബ്ലിക് എക്സാമിനേഷൻ മറ്റായിരുന്നെങ്കിലേ ഞാൻ മിനിമം 5-6 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നേ. പഴയ പ്ലാസ്റ്റിക് ബാട്ടിൽ പഴയ സാമാൻ കൊടുക്കതുക്ക് ഇറുക്കാ. സന്ദീപേ, ഇതിപ്പോ നമ്മൾ അമ്മയെ പറ്റിച്ചതാ. പക്ഷെ ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. അടുത്ത പരീക്ഷയ്ക്ക് 48 തന്നെ വാങ്ങിക്കണം. സോറി അച്ഛാ, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ 48 തന്നെ വാങ്ങും. ഷുവർ. സാരില്ലടാ, നീ പോയി റിലാക്സ് ചെയ്യ്, പോയി കളിച്ചോ. ചില എന്താ എന്താ മോനെ? എവിടെ? ഇവിടെ ആരും കാണുന്നില്ലോ മോനെ. തുടങ്ങി അവന്റെ ഒരു അസുഖം. ഇന്നാളൊരു ദിവസം ഹാരി പോട്ടറിന്റെ ഫ്രണ്ട് റോൺ മുറ്റത്തൊന്ന് നിൽപ്പുണ്ടെന്ന് പറഞ്ഞ് എന്തായിരുന്നു ബഹളം. ചെന്ന് നോക്കിയ ഞാൻ വെറും വിഡ്ഢി. അതെങ്ങനാ? ഇവിടെ ഒരാളുണ്ടല്ലോ കണ്ണി കണ്ട പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിച്ചു കൊടുക്കാൻ. ദാ അച്ഛനും മോനും ചായ. അപ്പോ അമ്മ നിന്നെ പറ്റി പറയുന്നത് പലതും ശരിയാണല്ലേ ചന്തു? എന്തിനാ ചന്തു വെറുതെ അച്ഛനെങ്ങനെ ചീത്തപ്പിക്കുന്നേ? ചതിയൻ ചന്തു. ആളുണ്ടാവും. ആഹാ, കുറച്ച് ദിവസം ആരെയും കാണാനില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കാന്ന് ഞാൻ. വേണുല്ലേ ഇവിടെ? ചെല്ല് ചെല്ല്. ദേ രാവിലെ മുതൽ കോമ്രേഡ് പുസ്തകം തിന്നോണ്ട് ഇരിപ്പുണ്ട്. വരൂ ദാസേട്ടനിരിക്കൂ. തന്നെ മീറ്റിങ്ങിന് കാണാതായപ്പോ ഇറങ്ങിയതാ. എന്തൊക്കെയാ ഡിസിഷൻസ്? ഇത്തവണത്തെ റെസിഡൻസ് അസോസിയേഷൻ ആനിവേഴ്സറിക്ക് സെലിബ്രേഷൻസ് ഒന്നുമില്ല. പകരം ഫാമിലി ടൂറാ, ഏതെങ്കിലും ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസിലേക്ക്. എന്റെ സജഷൻ മറ്റൊന്നാ, മറയൂര് പോലുള്ള ഏതെങ്കിലും കൃഷിയിടങ്ങളിലേക്ക് പോകുന്നു നമ്മൾ. കുട്ടികൾക്ക് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഏയ്, അവർക്ക് വല്ല വാട്ടർ തീം പാർക്കാവും ഇഷ്ടമാവുക. മണ്ണിൽ ചവിട്ടാതെയാ ഇപ്പൊ നമ്മുടെ കുട്ടികൾ വളരുന്നത്. വേണുവിന്റെ സജഷനിൽ കാര്യമുണ്ട്. മാത്രമല്ല, വാട്ടർ തീം പാർക്കും എന്റർടൈൻമെന്റ് സ്പോട്ടും മാത്രമാണ് ശരിയെന്നൊരു ചിന്ത നമ്മളായിട്ട് കുട്ടികളിൽ ഇഞ്ചക്ട് ചെയ്യരുത്. എന്റെ വേണു, പിള്ളേരെ പിള്ളേരായിട്ട് വളരാൻ വിട്. അതിനിടയിൽ ഒരു ഐഡിയോളജി. പിന്നെ ഞങ്ങളുടെ യൂണിയൻകാരി പിരിവിന് വന്നപ്പോ ലക്ഷ്മി ഒന്നും കൊടുത്തില്ലെന്ന് കേട്ടു. എന്റെ ദാസേട്ടാ, ഇപ്പൊ അരിക്കും പച്ചക്കറിക്കും ഒന്നും വേണ്ട, സർവ്വ സാധനങ്ങൾക്കും തീ വിലയാ. ഇപ്പൊ ഭരണപക്ഷത്തായതുകൊണ്ട് ദാസേട്ടനൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ വീട്ടമ്മമാർ അത് അറിയുന്നുണ്ടേ. അതിനിടെ എങ്ങനെയാ പിരിവ് തരുക? വേണു, നിന്റെ ഭാര്യ ആയതുകൊണ്ടാ ഞാനിവിടെ ചീത്ത വിളിക്കാത്തത്. ദാസേടൻ ധൈര്യമായിട്ട് വിളിച്ചോളൂ. അങ്ങനെയെങ്കിലും അവൾക്കൊരു ഇത്തിരി സാമൂഹ്യ ബോധം ഉണ്ടാവട്ടെ. പിന്നെ സാമൂഹ്യ ബോധമുള്ള കുറെ ആളുകള്. ആ ദേ, ചായ വേണോ അതോ കാപ്പി വേണോ എല്ലാവർക്കും? ഇന്ന് കാപ്പി ആയിക്കോട്ടെ. അല്ലേ ദാസേടാ? ദാസേട്ടിന് മധുരം വേണ്ടാന്നറിയാം,
പക്ഷെ ഞാൻ നേരിട്ട് മതം ഇട്ടാ തരിക. ഭരണത്തിൽ കയറിയ പിന്നെ നിങ്ങളോടൊക്കെ എനിക്ക് അത്രയ്ക്ക് ശത്രുതയുണ്ടേ. ചില കാര്യങ്ങൾക്ക് മറുപടി ഇല്ലേ? ஏன் கண்ணல்லவா கொஞ்சம் കൂടി சாப்பிடு. போதும்மா. ഒരു വായ കൂടി വേണാമാ? ഒരു വായ மட்டும் போதுം. யாரிது? யாரிது? அண்ணா, மாமா, அக்கா, வாங்க. யாரடா அது? செல்வம், முன்னாடி ரெங்கா, எல்லாம் ஓடி வாங்க. சீக்கிரம் வாங்க. அழாதம்மா, அழாதே. உனக்கொன்னும் ஆவலே. அண்ணா, எனக்கு பயமா இருக்கு. இவ சின்ன குழந்தை தானே, எனக்கு அது மட்டும்தான் நிம்மதி. அம்மா, பொம்பளை பசங்க யாரும் பெருசாகவே கூடாது. காதல் யானை வரிக்கு தருமோ, முத்த தந்தத்தில் முத்து மருமோ, அப்படி இதந்த கத்திரமோ. സന്ദീപ്, സന്ദീപ്, നീ കണ്ണാടിക്ക് മുമ്പ് ഈ ഗോഷ്ടി കാണിക്കാന്നൊക്കെ എനിക്കറിയാം. ഒന്ന് വേഗം റെഡിയാവ്. മാത്രല്ല ഡ്രസ്സും ബ്രഷും പേസ്റ്റ് ഒക്കെ എടുത്ത് ബാഗിൽ വെക്ക്. ഞാൻ എന്താ റെഡി ആയിക്കൊണ്ടിരിക്കാമേ. കഴിഞ്ഞ തവണ ടൂറിന് പോയപ്പോ മോൻ ഇതൊക്കെ മറന്നതാ. ചന്തു, അമ്മ അങ്ങനെയൊക്കെ പറയും. ഇനി നീ എന്തെങ്കിലും മറന്നാ തന്നെ സാരല്ല. അത് അച്ഛൻ അവിടുന്ന് വാങ്ങി തന്നോളൂ കേട്ടോ. അവനോട് ഞാൻ എന്ത് പറഞ്ഞാലും വേണു ഉടനെ എതിരെ പറഞ്ഞോളാം കേട്ടോ. നമ്മുടെ മോൻ ഡിസിപ്ലിനും അനുസരണ ഇല്ലാതെ വളരെ നേരം ഒന്നും വേണ്ട. എന്നാലും നിന്റെ അത്ര അനുസരണക്കേടൊന്നവനില്ല. ആരാ സന്ദീപ്? വരുന്നു. എന്താ എന്താടാ എന്ത് പറ്റി? കള്ളനോ? എവിടെ? ഇവിടെ എങ്ങും ആരുമില്ലല്ലോ. ഞാൻ കണ്ടു. ഇവിടെ ആരാടാ ഉള്ളേ? അമ്മയെ ഞാൻ കണ്ടു. എവിടെ? ഒക്കെ അവന്റെ തോന്നല. ഇനിയും കണ്ണി കണ്ട പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്ക്. അച്ഛനെ പോലെ അവനും ഫാന്റസി കൊണ്ട് ജീവിക്കട്ടെ. അല്ല അമ്മേ, ഞാൻ കണ്ടതാ. കണ്ടു. ദേ, നിങ്ങൾ വരുന്നുണ്ടോ? വല്ലപ്പോഴും ഒരു ടൂറ് പോകാൻ പറ്റുന്നേ. ഇനി അച്ഛനും മോനും ലേറ്റായ ഞാൻ ഒറ്റയ്ക്ക് പോകും കേട്ടോ. നീ ഇതൊരു ശീലാക്കിയിരിക്കാണല്ലോ ചന്തു. വെറുതെ അമ്മയെ കൊണ്ട് അച്ഛനെ ചീത്ത കേൾപ്പിക്കല്. അല്ല അച്ഛാ. നീ വേഗം റെഡിയാവും നോക്ക്. അവിടെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ടൂർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വാ 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 വാ.
அவள் கண்டிப்பா திரும்பி வந்துடுவா. அழாதேக்கா. அக்கா, அன்னைக்கு ஒரு நாள் இப்படிதான் நம்மளெல்லாம் கவலைப்பட்டோம். ஆனா அவ என்ன செஞ்சா? கவுண்டரை தோட்டத்துல கிளிக்கூட வேடிக்கை பார்த்துக்கிட்டு இருந்தா. எங்கேயுமே காணோம். ஆனா நீ பயப்பட வேண்டாம் அம்மா. அவ எப்பவுமே இப்படித்தான். வழியில பார்க்குற காக்கா, குருவி, பூனை எல்லாத்துக்கிட்டையும் பேசிக்கிட்டே இருப்பா. இவ்வளவு நேரம் ஆச்சுல, ரொம்ப கவலையா இருக்குமா அம்மா? என்ன இருந்தாலும் செல்வம் வரட்டும். ஒருவேளை அவன் கூட இருப்பா. அழாதம்மா, அழாத. இங்க எல்லா வீட்லயும் போய் கேட்டு பார்த்தோம். ஒரு தகவலும் தெரியவில்லை. இப்ப என்ன செய்யறது? எனக்கு தெரியாது. திறங்கோ, திறங்கோ, யாராவது வந்து கதவு திறங்கோ, திறங்கோ. அம்மா, திறங்கோ, திறங்கோ, கதவு திறங்கோ, கதவு திறங்கோ. அம்மா, 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 அம்மா. എടോ, ഇവിടത്തുകാരുടെ കാര്യം തന്നെ നോക്കാൻ ഇവിടെ നേരമില്ല. അതിൻ്റെ ഇടയിൽ കണ്ട പാണ്ടികളുടെ മാരണം. ഏയ്, പെങ്കൊച്ചിന് എത്ര വയസ്സായി? 8 വയസ്സാച്ചിങ്ക. 8 വയസ്സ്. എങ്ങനെയാ കാണാൻ? നല്ല ശരീരപുഷ്ടിയൊക്കെ ഉണ്ടോ? ഇതേ കേരളമാ, ഗോഡ്സ് ഓൺ കൺട്രി. വല്ലവരും പിടിച്ചോണ്ട് പോയോന്ന് അറിയാനാ പെണ്ണേ. അവ എങ്ങൾക്ക് രാസാത്തി മാതിരി. ശരീരപുഷ്ടി ഇല്ലെങ്കിലേ വല്ലയിടത്തും കയറി മോഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആളുകൾ പിടിച്ചു കിട്ടും. അല്ലാതെ പിന്നെ ഇത് എവിടെ പോവാനാ? ஐயா, சுமங்கல ரொம்ப சின்ன பொண்ணுதான். ഓഹോ, ആമാങ്ക അയ്യാ. ഇത് വലിയ ശല്യമായല്ലോ സാർ. ആ സാർ, ഹലോ. ആ സാർ, ഇല്ല സാർ, ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അപ്പോഴാ കുറെ പാണ്ടികൾ മാരണം. ഇല്ല സാർ, ഇപ്പോൾ 10:30, മാക്സിമം ഒരു 30 മിനിറ്റ്സ്. അപ്പോഴേക്കും ഞാനങ്ങ് എത്തും സാർ. സാർ, നിങ്ങളൊരു കംപ്ലൈൻറ്റ് എഴുതിക്കൂടെ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ചെല്ല് സാർ. എന്താ സാർ ഇത്? ഞാൻ മിനിസ്റ്ററെ സേഫായി ആ വീട്ടിലെത്തിച്ച് സേഫായി തിരിച്ചു കൊണ്ടുവന്നോളാം. എന്നാൽ പോലീസുകാർ ചെയ്യേണ്ടി വരുന്ന ഓരോരോ ജോലികളെ. ഓക്കെ സാർ, ശരി. ஐயா, எப்படியாவது ஏன் கண்ணை தேடி பிடிச்சு கொடுங்க ஐயா. அப்பா இல்லாத குழந்தை அவ. நீங்க தகப்பன் இடத்திலிருந்து என் கண்ணை மீட்டு கொடுங்க ஐயா. ശരി, ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുക. കൊട്ടാരം
അണ്ണത് കണ്ടില്ലേ? ബാക്കിയുള്ള ഗൾഫിൽ പോയി കിടന്ന് വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിട്ടെ ഇവന്മാര് മെതിക്കുന്നു. പാർക്കലും പൊറക്കലും ഒക്കെ സർക്കാരിന്റെ സ്ഥലത്ത് മതി. വിചാരിച്ചില്ല ഒരു പഞ്ചായത്ത് മുഴുവല്ലേ ഇവിടെ ഒന്ന് കുറ്റിയടിച്ചിരിക്കും. ഇവന്മാര് വന്ന പിന്നെ ഈ നാട്ടിലാകെ മോഷണ. ஐயா எங்க கூட்டத்துல ஒரு பொண்ணுகளதே காணவில்லை. அவளை தேடிட்டு இருக்கோம். 2 நாளுக்குள்ள கிடைச்சிடும்னு ആരോടും ചോദിക്കാതെ ഇവിടെ കയറി താമസിച്ച പോരായിട്ട് ഇനി നിന്നെയൊക്കെ കൊച്ചിനെ തപ്പിക്കൊണ്ട് തരണം. ഒരു ഒറ്റ അടി. എടാ വിൽസ ഹരിക്കൂട്ട വലിച്ചെറിയടാ എല്ലാത്തിനെയും കോസ്റ്റിച്ച് കളയണം തേണ്ടികളെ. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കണം. എന്താ ഞങ്ങൾക്ക് എങ്കയ്യ അതൊന്നും പറ്റുന്നില്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കണം. വലിച്ചെറിയടാ അന്ന് ഞാൻ തൊട്ടപ്പോ എന്തായിരുന്നടി നിന്റെ വീര്യം? അനുഭവിക്കടി, അനുഭവിക്ക്, കത്തിക്കടാ. ശീലാവധിമാരി വന്നിരിക്കുന്നു. അവനെ അന്ന് തന്നെ തല്ലിയത്. അടിച്ച് പൊളിക്കടാ. സിക്സർ പോയി ബോൾ എടുത്തിട്ട് വട ചേർക്കാം. പൊട്ടൻ സച്ചിൻ ടെണ്ടുൽക്കർ ആണോ അവന്റെ ഭാവം? നിന്നോട് പൊക്കി അടിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിന്നെ കാണുമ്പോ എനിക്ക് ശോഭ എത്രന്നാ തോന്നുക. പിന്നെ പറത്തി അടിക്കുന്നത് എന്തായാലും സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പൊ പന്ത് അപ്പ ഇവിടെ ഒന്നുമില്ല. കിട്ടി കിട്ടി. എന്താ സന്ദീപേ അവിടെ ഒരു ശബ്ദം? தேடாத இடம் இல்லை. போலீஸ்காரிட்டையும் சொல்லி பார்த்தாச்சு. எல்லாம் நம்ம தலைவிதி. அந்த ரவுடி பசங்க எப்போ திரும்பி வருவாங்கன்னு தெரியல. அதுக்கு முன்னாடி நாம் இங்கிருந்து போய்த்தான் ஆகணும். இப்படி பிடிவாதம் பிடிச்ச என்ன செய்யறது மல்லியா? என் குழந்தை இல்லாம எனக்கு எப்படி மாமா வர முடியும்? நான் வரமாட்டேன். இந்த இடத்தை விட்டு நான் எங்கேயும் வரமாட்டேன். தனியா நீ இங்க என்ன செய்வ? உன்னை விட்டு நாங்க எப்படி போக முடியும்? போனா எங்க மனசு எப்படி நிம்மதி இருக்கும்? பக்கத்தில் எங்கேயாவது ஒரு இடத்துல நமக்கு தங்கலாம். அப்படியே அவளையும் கண்டுபிடிக்கலாம். இப்ப நீ எங்க கூட வா மல்லிகா. வாமா வாமா. പോതും പോതും എന്താ പോതെന്ന് പറഞ്ഞാ മതി. ഓ കുട്ടി എങ്ങനെയാ ഇതിനകത്ത് വന്ന് വിട്ടത്? അമ്മ എനിക്ക് അമ്മാവെ പാക്കണം. എനിക്ക് 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 അമ്മാവെ പാക്കണം. എനിക്ക് എനിക്ക് അമ്മാവെ പാക്കണം. അമ്മാ അമ്മാ അമ്മാ. ஐயா நாங்க இருந்த இடத்துல இருந்து எங்களை அடிச்சு துரத்திட்டாங்க ஐயா. இனிமே அங்க இருக்கவே முடியாதுங்க ஐயா. ஆனா எங்களுக்கு எந்த விதமான புக்காரும் இல்லை. தோ இப்பவே நாங்க இந்த இடம் விட்டு போக ஆவலா இருக்கோம். ஐயா நீங்க நல்ல மனசு பண்ணி இவளோட குழந்தைய தேடி கண்டுபிடிக்கணும். இல்லாட்டா ഇല്ലാട്ടാ இவரே கொண்டு വലിയ ശല്യമായല്ലോ. நாங்க கூட கூட இங்க வந்து விசாரிச்சுக்கோ ஐயா. நீங்க மட்டும் மனசு வச்சா. പരാതി എഴുതി കൊടുത്തിട്ടില്ലേ? ஆமா ஐயா. അന്വേഷണം അതിന്റെ വഴിക്ക് നടന്നോളും.
எனக்கு என் கண்ணம்மாவே எப்படியாவது தேடி கொடுங்க ஐயா. எனக்கு இந்த உலகத்திலே வேறு யாருமே இல்லைங்க. உங்களை கும்பிட்டு கேட்கிறேன் ஐயா. அதுக்கு என்னதான் பண்ணணும்னு மட்டும் சொல்லுங்க ஐயா. சொல்லுங்க ஐயா. சொல்லுங்க ஐயா. വിട്, ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞില്ലേ? വലിക്കത് വലിക്കത്. കുട്ടിയുടെ വീട് എവിടെയാ? വീട് വീട് தெரியாது தெரியாது தெரியாது. നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ ആൽമരൊക്കെ ആയിട്ടുള്ളത്, അവിടെ കുറെ കാക്കാലന്മാരുണ്ട്. ചിലപ്പോ അവരുടെ കൂട്ടത്തിൽ പെട്ടതാവാം. പാവം. നമുക്കവൾ അവിടെ കൊണ്ടാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. வாமா வாமா. போலீஸ்காரங்க தேடி பிடிக்கலான்னு சொல்றதெல்லாம் சும்மா, எல்லாம் சும்மா. அவங்க ஒன்றும் செய்ய மாட்டாங்க. நீ கவலைப்படாத, நம்ம ரொம்ப தள்ளி எங்கேயும் போக வேணாமே. இங்க எங்கேயாவது பக்கத்துல தானே தங்க போறோம். நீ வாமா. எல்லாரும் காத்துக்கிட்டு இருக்கிறாங்க. எவ்வளவு கஷ்டப்பட்டு வண்டி வரவழைச்சு இதுவும் போயிட்டான். ഇനി നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം. ശരിയാ, ഇനി ഇവിടെ നിന്നാ ആകെ പ്രശ്നമാവേ. നമുക്ക് പോവാം. ഇതൊക്കെ പുലിവാലാവേ. ആ അമ്മ
നീ അവിടെ തന്നെ ഇരുന്നോ. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ അതിലേ കൂടെ വരാം. പൊക്കോ പൊക്കോ, പുറത്തേക്ക് ഇറങ്ങരുത്. അമ്മ കണ്ട ബിഗ് പ്രോബ്ലം. And labor intensive technology to be used in the water and land management together with at the cost of the people by those who are hand in gloves, the rulers. സന്ദീപ്, come here. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? സന്ധ്യ ഏതാ അറിഞ്ഞില്ലേ? വന്നു വന്ന് ഒരു വസ്തു അനുസരിക്കണ്ടായി. എപ്പോ പോയതാ നീ ഇവിടുന്ന്? അമ്മ ചോദിച്ചു മോൻ കേട്ടില്ലേ? എവിടെ പോവാണില്ലേ നിനക്ക്? പറഞ്ഞിട്ട് പോരുതോ? ലക്ഷ്മി, ഞാൻ സംസാരിച്ചോളാം അവനോട്. അല്ലെങ്കിൽ വേണ്ട, അവൻ പൊക്കോട്ടെ. മോൻ ചെന്ന് കൈയും കാലും മുഖം കഴുകി വല്ലതും കഴിക്കാൻ നോക്ക്. ചെല്. ഈ ഇടയായി കുറെ കൂടുന്നുണ്ട് അവന്. അതെങ്ങനെയാ? ഷാർപ്പായി ഒന്ന് നോക്കാൻ പോലും ഇവിടെ ഒരാൾക്ക് പറ്റില്ലല്ലോ. Judiciary is losing face. We have said it. ഏത് നേരം ഒരു ന്യൂസ്. ഞാൻ ഈ ടിവി തല്ലിപ്പൊട്ടിച്ച് കളയും ഒരു ദിവസം, കേട്ടോ? Judiciary does not respect them. They will not respect judiciary either. നീ പിണക്ക? ലക്ഷ്മി, ചോറ് വിളമ്പടോ, വിശക്കുന്നു. ഞങ്ങളിന്ന് ഗാർഡനിൽ നിന്ന് ഔണ് കഴിക്കുന്നേ. വേണമെങ്കിൽ നീയും കുടിക്കോ. അച്ഛനും മോനും ചിലപ്പോ തെങ്ങിന്റെ മണ്ടിയിലിരുന്ന് കഴിച്ചെന്ന് വരും. നിങ്ങളെ പോലെ എനിക്കില്ലല്ലോ വട്ട്. ഞങ്ങളിന്ന് കിടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ടെറസിൽ നക്ഷത്രങ്ങളെയൊക്കെ കണ്ട്, മേഘങ്ങളെയൊക്കെ കണ്ട്. ശരിക്കും ശരിക്കും മുറ്റത്ത് നിന്ന് കിടക്കുന്നതിലും വലുതല്ലല്ലോ ടെറസ്. എന്നാ പിന്നെ കാശ് ചെലവാക്കി ഈ വീട് പണിതരേണ്ട വല്ല കാര്യമുണ്ടോ? ആളുകൾ കാണണ്ടേ വട്ട്. കടപ്പുറത്തിരുന്നും പൂന്തോട്ടത്തിലിരുന്നും ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും ടെറസിലും മുറ്റത്തും മാവിൻ ചോട്ടിലൊക്കെ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ സുഖം അത് അനുഭവിച്ചാലേ അറിയൂ എൻ്റെ ലക്ഷ്മി. നാട്ടിൽ ചെന്നാൽ ഇപ്പോഴും ടോയ്ലറ്റിലേക്കാണ് എനിക്കിഷ്ടം വെളിമറമ്പ. ചന്തു, ഈ കറി ഞാൻ ഉണ്ടാക്കിയതാ. ടേസ്റ്റ് നോക്ക്. ഞാൻ അത്ര റിസ്ക് എടുക്കണോ അച്ഛാ? ഞാനേ അടുക്കളയിൽ പോയിട്ടൊരു സാലഡ് കൊണ്ടുവരാം. കൂട്ടത്തിൽ നിന്റെ അമ്മയും കൂട്ടിക്കൊണ്ടുവരാം. ഓക്കേ, നീ കഴിക്കട്ടോ.
നല്ലോണം വിഷമല്ലേ? എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ കണ്ണു വെട്ടിച്ചിട്ട് വേണ്ടേ വരാൻ. ഇരിക്ക്. കഴിക്ക്. എനിക്കിത് വേണ്ട, എനിക്കൊന്നുമേ വേണ്ട. എനിക്ക് അമ്മാവെ പാക്കണം, എനിക്ക് അമ്മാവെ പാക്കണം, എനിക്ക് അമ്മാവെ പാക്കണം. ലക്ഷ്മി, ലക്ഷ്മി, എന്താ വേണു? ആരോ കരയുന്നുണ്ട്. നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. സൊമാലിയിലെ പട്ടിണി പാവങ്ങളെ, അല്ലെങ്കിൽ പിന്നെ രൂപന്റെ അടിസ്ഥാന അല്ല ലക്ഷ്മി, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാ. ആരോ കരയുന്നുണ്ട്. സീരിയസ് ആയിട്ട് പാതിരാത്രിക്ക് ഓരോ വട്ടുകള്. മനുഷ്യൻ 5 മണിക്ക് വെളുപ്പിന് എഴുന്നേക്കേണ്ടതാ. ഒന്ന് കിടക്കാൻ നോക്കണ്ട വേണു. കേട്ടതാണല്ലോ. നീ എന്തിനാ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്? ഷാലു, നിന്റെ ഡാഡി മമ്മി ഓഫീസിൽ പോയോ? പോയല്ലോ. എന്താ? പേടിക്കണ്ട, വന്നോളൂ. ഇവള് വാ. എനിക്കിവളവിടെ തനിച്ചാക്കി പോരാൻ മനസ്സ് വന്നില്ല. എടാ സന്ദീപേ, നിന്റെ അച്ഛനും അമ്മയും ഇന്ന് 5 മണിക്കേ വരുള്ളൂന്ന കാര്യം ഉറപ്പല്ലേ? അതുറപ്പാ. എനിക്ക് വേറൊരു കാര്യം ഉറപ്പാ. എന്തായാലും അവസാനം ഇതൊക്കെ പുലിവാലാവൂട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും ഇപ്പൊ പറയല്ലേ. നാടോടികളെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അവളെ അവളുടെ അമ്മയെ ഏൽപ്പിക്കണം, പ്ലീസ്. കുറെ നാളായി ഡാഡിയുടെ നല്ല തല്ല് കിട്ടിയിട്ട്. ബെസ്റ്റ്. ഇനിയിപ്പൊ പുള്ളി ഹാപ്പി ആയിക്കോളും. എടാ, നമുക്ക് നമ്മൾ അമ്മയെ മിസ് ചെയ്താ എത്ര വിഷമം ഉണ്ടാവും. അതുപോലെയല്ല ആ കുട്ടിക്കും. അതെന്താ നിങ്ങൾ ആലോചിക്കാത്തത്? പക്ഷേ ഈ നാടോടികൾ എന്ന് പറയണത് ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കണ പാർട്ടികളല്ല. അതറിയോ നിനക്ക്? ശരിയാ. അപ്പൊ പിന്നെ എങ്ങനെ ഇതൊക്കെ നടക്കും? അത് ഞാൻ എങ്ങനെയും നോക്കിക്കോളാം. നിങ്ങളൊക്കെ ഒന്ന് കൂടെ ഉണ്ടായാൽ മാത്രം മതി. നീ ഇങ്ങനെ പലതും ഏൽക്കും. ഇന്നാളെ ആ ചന്ദനാർക്കയുടെ ലഞ്ച് ബോക്സിൽ മൂത്രം ഒഴിക്കാൻ പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ ഒഴിച്ചു. നീ മുങ്ങിക്കളഞ്ഞു. അവസാനം ലളിത ടീച്ചർ അടി മുഴുവൻ ഇവന്മാർക്കാ കൊണ്ടത്. ഇതതുപോലെയല്ല. ഇതിൻ്റെ എല്ലാ റിസ്ക്കും ഞാൻ ഏറ്റെടുക്കും. എൻ്റെ അച്ഛനാണ് സത്യം. അവൻ അച്ഛനെ പിടിച്ച് സത്യം വിട്ടതല്ലേ, അപ്പൊ നുണയാവില്ല. എങ്കി ഓക്കെ. സുമംഗള, വാ. നിന്നെ ഇവിടെ നിർത്താൻ എല്ലാവരും എഗ്രി ചെയ്തു. സന്തോഷായില്ലേ? അമ്മയെ നമുക്ക് കണ്ടുപിടിക്കാം. അത് തന്നെ എല്ലാവരും ഇപ്പൊ പറഞ്ഞേ. നീ പറഞ്ഞ അവക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞെടുക്കാം. മോളോ, അതെ മോളെ, പുറത്തേക്ക് ഇറങ്ങരുതേ. പുറത്തേക്ക് ഇറങ്ങരുത്. ഇറങ്ങിയാലേ നമ്മുടെ ലൈഫ് ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാവും. ഇപ്പൊ അവക്ക് എല്ലാം പിടികിട്ടി. അയ്യോ, സന്ദീപണ്ണ സൈക്കിൾ നിർത്ത്, സൈക്കിൾ നിർത്ത്. സന്ദീപണ്ണ സൈക്കിൾ നിർത്ത്. സന്ദീപണ്ണ സൈക്കിൾ നിർത്ത്. എவ்வளவு നേരമായി ഞാൻ പറയുന്നത്. സന്ദീപണ്ണ സൈക്കിൾ നിർത്ത്. സന്ദീപണ്ണ സൈക്കിൾ നിർത്ത്. എടാ, ഇവളുടെ മലയാളം നന്നാവുന്നുണ്ടേ. അയ്യ,
ശരിയാ എടാ ഇവക്ക് നല്ലോണം നീന്താനും അറിയാവോടാ എന്റെ അമ്മേ ഇവളാള് കൊള്ളാടാ எங்க கிராமத்திலே இதே மாதிரி ஆற்றிலே நிறைய தண்ணி மீன்கள் இதை விட பெரிய அறை இருந்தது நாங்க அதிலே குளிச்சு விளையாடுவோம் அப்பா தான் எனக்கு நீச்சல் சொல்லி கொடுத்தது வாழைத்தண்டினாலே கட்டமரம் செஞ்சு நாங்க ஆத்திலே விளையாடுவோம் சந்தீபண்ணா பள்ளிக்கூடம் விட்டாச்சுனா நாங்க உடனே ஆத்துக்கரையில் வந்துடுவோம் அப்புறம் முழுவதும் ஒரே ஆட்டம் தான் பேப்பர்லே கப்பல் செஞ்சு விளையாடுவோம் மீன் பிடிப்போம் தண்ணியிலே குதிப்போம் நீந்தி அக்கறைக்கு போவோம் ஆத்தங்கரையில் எங்களுக்கு விவசாயம் இருந்தது எங்களுக்கு மட்டுமல்ல கிராமத்தில் எல்லோருக்கும் அப்பதான் எங்க கிராமத்திலே ஒரு ஃபேக்டரி வந்தது ஆத்துல இருந்தது அந்த ஃபேக்டரிக்கு தண்ணி எடுத்துட்டு இருந்தாங்க போக போக நிறைய தண்ணீர் இருந்தா எங்க கிராமத்திலேயும் வறட்சி வர ஆரம்பித்தது முதல்ல கிணத்து தண்ணி எல்லாம் வத்தி போச்சு அப்புறம் குளம் ஏரி போக போக எங்க ஊரு ஆறும் வத்தி போச்சு இப்போ அந்த நதியை பார்த்தா பாலை வனன்னு தான் தோன்றும் ஆனா இப்போ தண்ணி இல்லாத ஆற்றிலே நிறைய காஞ்சி போன செடிகள் மட்டும்தான் ஆத்துல இருந்த ஃபேக்டரிக்கு தண்ணி எடுக்க கூடாதுன்னு சொல்லி பெரிய கலவரமே நடந்தது அப்போ வந்த போலீஸ்காரங்க எங்களை நல்லா உதைச்சாங்க அண்ணே சாயந்தரத்தில் மீட்டிங் போட போகிறோம் பசங்க பொண்ணு குட்டிங்க எல்லாருமே வந்துடுறோம் ஒருத்தரை கூட அங்கே வீட்டில் ஏய் என்னடா பண்றீங்க யாரடா உள்ள எல்லாம் அண்ணா ஸ்ட்ரைக் பண்றீங்களா ஸ்ட்ரைக் வேலை வெட்டிட்ட எப்படியா
பெரிய அரசியல்வாதிங்க வந்திருக்காங்க. நல்ல அடியோட கிடைச்சு புரியணும். வெளியே வந்து சீக்கிரம் ஓங்கிடி. இப்போ வயல் எல்லாமே வாய்க்காட மாறிவிட்டது. எங்க கிராமத்துல பச்சை நிறமே காணாம ஆயிடுச்சு. விவசாயம் எல்லாம் கெட்டு போச்சு. எங்க பார்த்தாலும் வறட்சியும் வெக்கை காற்றும். வெறுமைனால பசி தாங்காம நாங்கள் துடிச்சு போயிட்டோம். அப்போது தான் அப்பா பொம்மை செய்து கொடுக்க தொடங்கினாரு. பொம்மை எல்லாம் வித்து கிடைக்கிற காசு அரிசியும் ஜாமான்களும் வாங்கறதுக்கு கூட பத்தாது. என்ன குடிக்கிற தண்ணிக்கு கூட எங்க கிராமத்துல காசு கொடுக்க வேண்டிய நிலைமை வந்துடுச்சு. பசியும் பட்டினி தாங்க முடியாம தான் அப்பா எங்களெல்லாம் விட்டுட்டு எங்கேயோ போயிட்டாரு. 2 வருஷமாச்சு. அவரை பத்தி எந்த தகவலும் தெரியல. எங்க ஊர் ஆற்றுல இதோட பாதி தண்ணி இருந்தா எங்க அப்பாவை இழந்திருக்க மாட்டோம். சிலவங்க சொல்றாங்க பக்கத்து டவுனில போய் ட்ரெயினுக்கு முன்னாடி தற்கொலை பண்ணிட்டாங்கன்னு. யாருக்கு தெரியும்? ഇതാ ബാഗ്. സ്കൂൾ ഒന്ന് തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. വെക്കേഷൻ എന്നൊരു പേരും പറഞ്ഞ് പുസ്തകം എന്ന് പറയുന്ന സാധനം കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടോ നീ? എന്താടാ ഇത്? സ്കൂളിൽ പോകാനും ഉത്സാഹമില്ലേ? എന്താ ചന്തു നിനക്ക് പറ്റിയത്? ഈ ഇടയായി ഒരാലോചനയും ഉത്സാഹക്കുറവും. ഒന്നുമില്ല അമ്മേ. ചന്തു നിക്ക്. മുടി ഒന്ന് ചീകൽ എന്താ നിനക്ക്? ഈ ഇടയായി അതിൽ വരെ ശ്രദ്ധയില്ല. മതി അമ്മേ. പേടിച്ചോ? ഇന്ന് ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞു. സ്കൂൾ തുറന്നു. ഞാൻ സ്കൂളിൽ പോവുക. 5 മണിക്ക് തിരിച്ചു വരും. വിശക്കുമ്പോൾ ഉണ്ടോ? സന്ദീപണനക്ക് അത് സാരില്ല. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്തോളാം. പുറത്തേക്കൊന്നും ഇറങ്ങരുത്. അമ്മയിന്ന് ലീവാ. ഇതിൻ്റെ അകത്തേക്കൊന്നും അമ്മ വരില്ല. അമ്മയ്ക്ക് ടെസ്റ്റ് അലർജിയാ. എന്നാലും സൂക്ഷിക്കണം. അമ്മ അറിഞ്ഞ ബിഗ് പ്രോബ്ലം.
சந்தீபண்ணா நீங்க எல்லாம் பள்ளிக்கூடத்துக்கு போனா எப்ப எங்க அம்மாவை கண்டுபிடிக்கிறது? സുമംഗല പറഞ്ഞത് ശരിയാ. ഇനി എപ്പോഴാ നമ്മൾ അവളുടെ അമ്മയെ അന്വേഷിക്കുക? ക്ലാസ് കട്ട് ചെയ്യുന്ന പറ്റില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊക്കെ പുലിവാലാന്ന്. ഇതാ പറയുന്നേ പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന്. ഞാനിതന്ന് പറഞ്ഞത്. അതീ പൊട്ടന്റെ മരത്തലയിൽ കേറണ്ടേ? അയ്യോ ഞങ്ങള് പോവാ. വാ. എൻ്റെ തോന്നലാണോന്നറിയില്ല, ഈയിടെയായി സന്ദീപിന് എന്തോ മാറ്റം ഉള്ളതുപോലെ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടോ? അവൻ എന്തോ നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് പോലെ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ഒന്നുമില്ല, അവൻ എൻ്റെ മോനല്ലേ. ശരിയാ, അവൻ വേണുവിൻ്റെ മോനാ. എന്നാ പിന്നെ ഞാൻ കുറച്ചും കൂടി ഡെമോക്രാറ്റിക് ആയിട്ട് പറയാം. അവൻ നമ്മുടെ മോനല്ലേ. തന്നെയല്ല ലക്ഷ്മി, കുട്ടികൾക്ക് സ്വകാര്യങ്ങളേ ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ മുതിർന്നവർക്കാ. എന്ത് സ്വകാര്യം ഉണ്ടെങ്കിലും അവൻ വേണുവിനോടെങ്കിലും പറയുമല്ലോ. അതാ എനിക്കൊരു സമാധാനം. തന്നോടും പറയൂടാ. പക്ഷെ താൻ ഫുൾ ടൈം അവൻ്റെ അമ്മയും ഹെഡ് മിസ്ട്രസ്സും ആവരുത്. പകരം നല്ലൊരു ഫ്രണ്ട് ആവണം. അമ്മാ. ആരോ എവിടെയോ കരഞ്ഞോ? അമ്മാ. വേണു. സൂക്ഷിച്ച്. ഇവിടെ എവിടെയോ നിന്നാ കരച്ചിൽ കേട്ടത്. വേണു, വിറക് പറയുന്ന ഉറപ്പാ. വിറക് പറയുന്ന. സന്ദീപ്, കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇവർ കാണിച്ചു കൂട്ടിയത്? എങ്ങാണ്ട് തന്നൊരു കൊച്ചിനെ ആരും അറിയാതെ വിറവ് വരെ കയറ്റി ഒളിപ്പിക്കുക. അതൊരു പെൺകുട്ടിയെ. പച്ചവെള്ളം കൊടുക്കരുത് ഒരെണ്ണത്തിനും. വേറെ ആരെയും കുറ്റം പറയണ്ട. ഞങ്ങളുടെ വിത്ത ഇതിലെ ലീഡർ. ഷാലു, വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങി നമ്മെ അടിച്ച് പുറം പൊളിക്കും. അമ്മ ഇരിക്കുന്നാണ്ടില്ലേ സ്കൗണ്ടറൽസ്. അല്ല, എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുക, എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കുട്ടികളെ ഇങ്ങനെ ട്രയൽ ചെയ്യുന്നത്? ടെൽ മീ, എന്താ ഇവർ ചെയ്ത തെറ്റ്? നാടും വീടും ഇല്ലാത്ത ആ പാവം കുട്ടിക്ക് ഷെൽട്ടർ കൊടുത്തതോ? ഉണ്ണുന്ന ചോറിന് ഒരു പങ്ക് കൊടുത്തതോ? കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ചു പോയതോ? പറ, അതാണോ അവർ ചെയ്ത തെറ്റ്? ഒരേ ഒരു സെക്കൻഡ് ആ കുട്ടിയുടെ സ്ഥാനത്ത് ഇവരിൽ ആരെങ്കിലും ഒന്ന് സങ്കല്പിച്ചു നോക്ക്. എന്നിട്ട് പോരെ പ്രോസിക്യൂഷനും ശിക്ഷാവിധിയൊക്കെ? എന്നിട്ട് അഭിനന്ദിക്കുന്നതിന് പകരം ശകാരവും കുറ്റപ്പെടുത്തലും. നിങ്ങൾ ചെയ്തത് ശരിയാണോ മക്കളെ? ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ശരി. പക്ഷേ ചന്തുവിന് അച്ഛനോട് ഇതൊക്കെ ഒന്ന് പറയായിരുന്നു. അച്ഛൻ വിചാരിച്ചത് മോന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് അച്ഛനാന്നാ. സോറി അച്ഛാ.
സോറി അച്ഛാ. സാരില്ല, പോട്ടെ. പോട്ടെടാ, സാരില്ല, പോട്ടെ എന്റെ പൊന്നു മോനെ, സാരില്ല. സാറി, കുട്ടികൾ പറഞ്ഞ ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ നല്ല വരൾച്ചയുള്ള ഏതോ ഒരു പ്രദേശം. അത് വരൾച്ച രൂക്ഷമായപ്പോൾ കൃഷിയും ഈവൻ ആളുകളുടെ ലൈഫ് പോലും അപകടത്തിലായ ഒരു പ്രദേശം. പിന്നെ കൃഷി നശിച്ചപ്പോൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാവകളെ നിർമ്മിക്കുന്നതിലേക്ക് മാറി എന്ന് പറയുന്നുണ്ട് ആ കുട്ടി. ഏതാണ്ട് ഇതേ സ്വഭാവമുള്ള കുറേ ഗ്രാമങ്ങളുണ്ട്. പക്ഷേ അത് ഗുജറാത്തിലാണ്. കച്ചിൽ സർദാർ സരോവർ പ്രൊജക്റ്റിൻ്റെ ഇരകൾ. ആളുകൾ ഉപേക്ഷിച്ചു പോയ ഒരുപാട് ഗ്രാമങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്, വായിച്ചറിയാം. എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് അഹമ്മദാബാദിലായിരുന്നു. കച്ചിൽ നിന്ന് അന്നേ ആളുകൾ അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് കുടിയേറി തുടങ്ങിയിരുന്നു. അത് പോട്ടെ, കുട്ടി പറഞ്ഞ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ? സർ, കാളിയുടെ ഒരു അമ്പലം, പഴയൊരു തപാൽ ഓഫീസ്, മരക്കൊമ്പിൽ കയറി നിന്നാൽ പട്ടണം കാണാവുന്ന വലിയൊരു പേരാൽ, വറ്റി വരേണ്ട ഒരു പുഴ, പിന്നെ പറഞ്ഞ വിവരങ്ങൾ ഇതൊക്കെയാ. സ്പെസിഫിക് ആയ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആ കുട്ടി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഐ മീൻ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ മറ്റോ? സാർ, ആ കുട്ടി ഇടയ്ക്കൊരു കമ്പനിയെ കുറിച്ച് പറഞ്ഞിരുന്നു. കമ്പനി? ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. സാർ ഇതിൽ പ്രത്യേക താല്പര്യം എടുക്കുമെന്ന് അറിയാം. എനിക്കറിയാലോ സാറിന്. അതുകൊണ്ടാണ് ഞങ്ങൾ പോലീസിലൊന്നും പോകാതെ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഐ വിൽ ട്രൈ. போதும் மாமா போதும், வயிறு ரொம்ப ஆச்சு. ഈ ഉരുളയും കൂടി മാത്രം. ഇനി പോയി അവന്റെ കൂടെ കളിച്ചോ. മതി സന്ദീപ് വരച്ചത്, ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. ലക്ഷ്മി, ഇപ്പോ അവൾ ഈ വീട്ടിലല്ലാന്ന് ആരും പറയില്ല. ഇതൊക്കെ തന്നെ ഞാനും ആലോചിക്കുന്നേ. ഇതിപ്പോ ആ കുട്ടിയുടെ വീട് കണ്ടുപിടിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ? ഇനി അത് നടന്നില്ലെങ്കിൽ എന്താ വേണുന്റെ പ്ലാൻ? എന്താ നീ പറഞ്ഞു വരുന്നത് ലക്ഷ്മി? ഒരു അനിയത്തി ഇല്ലാത്തതിന്റെ സങ്കടം സന്ദീപ് എപ്പോഴും പറയാറില്ലേ? അവളെ കൊണ്ടുപോകാൻ ആരും വരുന്നില്ലെങ്കിൽ നമുക്കെടുത്തൂടെ അതിനെ നമ്മുടെ മോളായിട്ട്? അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് അതൊന്നും എനിക്കറിഞ്ഞൂടാ. പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിച്ചേ വേണുവിന്. ഇതിൽ എതിർപ്പില്ലെങ്കിൽ. ലക്ഷ്മി, ഞാൻ വിചാരിച്ചത് ലക്ഷ്മിക്ക് ലൈഫിനോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നിനോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലെന്നാ. ഓഫ് കോഴ്സ് എനിക്കതിന്റെ പരാതികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നീ എന്നെ ശരിക്കും ബീറ്റ് ചെയ്ത് കളഞ്ഞു. വേണു എന്താ വേണു പറഞ്ഞ വേണുവിന്റെ കമ്മിറ്റ്മെന്റ്? ഇവിടെ ഈ ചാരുകസേര കിടന്ന് ഈ ലോകത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നതോ? വാചകമടി അല്ലാതെ പ്രവൃത്തി കൊണ്ട് ഈ ലോകത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കാനാ വേണുവും ട്രൈ ചെയ്യുന്നത്? വേണു ഒരു ആവറേജ് കേരളൈറ്റാ. വാക്കുകളിൽ മാത്രം കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ചാരുകസേര ബുദ്ധിജീവി. പ്രവർത്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ വാചകം അടിക്കുന്നില്ല. അത്രയ്ക്കേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ആ ഫോണെങ്കിലും ഒന്ന് എടുക്ക്. ഹലോ, ദാസേട്ടനാടോ? കളക്ടറേറ്റിൽ നിന്ന് വിളിച്ചിരുന്നു. ഉവ്വ്, അത് തന്നെ. സുമംഗലയുടെ വീട് അവർ ലൊക്കേറ്റ് ചെയ്തു. ആ കമ്പനിയെക്കുറിച്ച് പറഞ്ഞില്ലേ, അതാ ഹെൽപ്പ് ചെയ്തത്. എന്തായാലും താനിങ് വാ, നമുക്കൊന്ന് കളക്ടറേറ്റ് വരെ പോകാം. ഓക്കെ. எவ்வளோ ஆச்சு? 10 ரூபா. இந்த நம்ம கண்ணம்மா இங்கதான் இருக்கா.
മോനെ സാർ നാങ്ക സുമംഗളാവിടെ ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് ഊഹിക്കാലോ. ஐயா எப்படி நன்றி சொல்லணும்னு எங்களுக்கு தெரியல. என் பொண்ணுக்கு ஒரு ஆபத்தும் இல்லாத காப்பாத்துக்கு ഞങ്ങളല്ല, ദാ ഇവനാ സുമംഗളെ കാത്തത്. எனக்கு தெரியும், எல்லாமே தெரியும். கண்ணா, உனக்கு கொடுக்கிறதுக்கு என்கிட்ட ஒண்ணுமே இல்லை. മോൾക്ക് കുറച്ച് ഉടുപ്പുകളാ. ഇത് അമ്മയ്ക്ക് മാമനുള്ള ഡ്രസ്സാ കേട്ടോ. ഇത് മിഠായി ആ നാട്ടിലെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തോളൂ കേട്ടോ. ഇത് മോളുടെ സന്ദീപണ്ണനും ഫ്രണ്ട്സും തന്നതാന്ന് പറഞ്ഞോളൂ. സന്തോഷായോ മോക്ക്? ഇതിരിക്കട്ടെ. இதெல்லாம் வேண்டாம் சாமி, நீங்க செய்ததே தாராளம். நீங்க செய்த உதவிக்கு பதிலா என்ன பண்ணணும்னு எங்களுக்கு புரியலே சார். അതൊന്നും സാരില്ല, ഇരിക്കട്ടെ. വേണ്ട അയ്യോ. വെച്ചോ. ആ സന്ദീപണ്ണ എങ്കേ? ഞാനിവിടെ ഉണ്ട്. ചെല്ലു മോനെ. വേണ സന്ദീപണ്ണ, ഇത് നീയേ വെച്ചോ. വാങ്ങിച്ചോ മോളെ. ഇല്ലെങ്കിൽ അവന് സങ്കടാവും. അറിയാലോ, ആളൊരു സങ്കട കുപ്പിയാ. മോള് വാങ്ങിച്ചോളൂ. എന്തിനാ മടിക്കുന്നേ? വാങ്ങിച്ചോ മോളെ. സന്ദീപ് നിൽക്ക് മോനെ, നിൽക്കാൻ. വേണ്ട, അവൻ പൊക്കോട്ടെ. ദാറ്റ്സ് ബെറ്റർ. ഇനി എന്നാ സുമംഗള ഞങ്ങളെ കാണാൻ വരുന്നേ? ഇനി വരില്ല അല്ലേ? പോട്ടെ, സാരമില്ല. ഞങ്ങൾ എന്നും സുമംഗളെ ഓർമ്മിക്കും. സന്ദീപിനോട് ഞങ്ങൾ പറഞ്ഞോളാം. സുമംഗളെ വിഷമിക്കാതെ പോയിക്കോളൂ കേട്ടോ. സുമംഗള,
നിനക്ക് ഫോൺ. വല്ല ബോയ് ഫ്രണ്ടും ആണോടാ? ആണെന്ന് തന്നെ വെച്ചോ. ഹലോ സ്വാതി, ഞാനാടാ. വൈകിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഷാലുവിനോടും ഹരിയോടൊക്കെ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താടാ പ്രോബ്ലം? ഓക്കെ, കാണുമ്പോൾ ഓക്കെ. ഇതൊക്കെ നിന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടുള്ള ബിസിനസ് തന്നെയല്ലേ? അവസാനം നിങ്ങളുടെ അപ്പനും അമ്മയും വന്നിട്ട് എന്നെ കൊങ്കി പിടിക്കരുത് കേട്ടാ. വീട്ടിലറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യൂ എന്റെ ജോസേട്ടാ. എനിക്ക് അറിഞ്ഞൂടെ. ജോസേട്ടാ, കട്ടി കറക്റ്റ് ആയി നിന്നോട്ടെ. പിന്നെ ഇത് സ്വർണ്ണ കട്ടില്ല തൂക്കണത്. ആയി 350, 7 350, 11 10 120, 150 ഉറുപ്പിയുണ്ട്. ജോസേട്ടാ, ഇത് എന്ത് കണക്കാ? നിങ്ങൾക്കിത് വേണോ വേണ്ടയോ? താങ്ക് യു മിസ്. ആ സന്ദീപോ, എത്ര അടയ്ക്കുന്നേ? അടയ്ക്കാനല്ല, എടുക്കാനാ. എന്താ ഇപ്പൊ അത്ര അത്യാവശ്യം? അച്ഛൻ ഈ മാസം ശമ്പളം കിട്ടിയില്ല, ഭയങ്കര ടൈറ്റാ. സ്വാതിക്കോ, എടുക്കാനോ അടയ്ക്കാനോ? എടുക്കാനാ. കാറിന്റെ ലോൺ അടയ്ക്കാൻ കാശ് തികഞ്ഞില്ലെന്ന് ഡാഡി പറഞ്ഞു. ഇനി നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാവപ്പെട്ട കുട്ടിക്ക് എലിപ്പനി, കുറച്ച് കാശ് സഹായിക്കാമെന്ന് വിചാരിച്ചു. ഇതിലെന്തോ കള്ളത്തരമുണ്ടെന്ന് എനിക്കറിയാം. പോട്ടെ. ഇതെന്റെ പപ്പ കഴിഞ്ഞ ബർത്ത്ഡേക്ക് പ്രസന്റ് ചെയ്തതാ. ഇത് ഞാൻ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയുടെ തല അടിച്ച് പൊട്ടിച്ച ബാറ്റാ. ഇത് എന്റെ ഡിയറസ്റ്റ് ടെഡ്ഡി ബെയർ. അതൊന്നും ഇപ്പൊ നോക്കണ്ട, നമ്മൾ ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സിന് തന്നെ വെക്കുന്നു. എന്നാലും പണം തികയില്ല. സാരില്ല, ആവുന്നാവട്ടെ. ആദ്യം വന്നവർക്ക് ഞങ്ങൾ ഈ ബാറ്റ് ഒന്ന് വിറ്റോട്ടെ. ഇനി വില വേശരുത് കേട്ടോ, ഫിക്സഡ് റേറ്റാ. ഇതേ ഇമിറ്റേഷൻ അല്ലേ, ഒറിജിനൽ വില്ല കൊണ്ടുണ്ടാക്കിയ സാധനം. ഒന്ന് പോടെ എടുക്കാം. നീ എന്റെ ചേട്ടനെ പറ്റിക്കാൻ നോക്കണ്ട. ഇനിയെങ്കിലും ഇതിന്റെ വില പറ. സോറി, ഒറിജിനൽ ആയോണ്ട് വില ഇത്തിരി കൂടുതലാ. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് വില ഇച്ചിരി കുറച്ച് തരാം. വെറും 75 രൂപ, അത്രേ ഉള്ളൂ. അത് കുറെ കൂടുതലാട്ടോ, ഇച്ചിരി കുറച്ചാ. പിന്നെ ഇത് സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ച ബാറ്റാ. ഈ പോത്തിന്റെ തല്ലുന്ന അടിയോണ്ടല്ലേ സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കുന്നേ. മാത്രമല്ല ഇത് ആകെ ഡാമേജാ. വേണമെങ്കിൽ ഇതിനൊരു 50 രൂപ തരാം. അതൊന്നും പറ്റില്ല, അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടാ. വാഴട്ടാ, നമുക്ക് പോവാം. അവന്റെ ഒരു സച്ചിൻ ടെണ്ടുൽക്കറും ഒരു പാട്ട ബാറ്റും. 50 കൊടു. അവൻ പട്ടിയതല്ലേ, ബാറ്റ് പോയി. ഇത് എത്ര ഉണ്ടാവുമോ? കണക്കറിയാവുന്നവനെ എണ്ണണം കേട്ടോ. ആ എന്നാ പിന്നെ സന്ദീപ് എണ്ണണ്ട കേട്ടോ. ശരി. എവിടുന്നാ നിങ്ങളുടെ കയ്യിൽ ഇത്രയും കാശ്? എവിടുന്നാണോ ചോദിച്ചത്? എന്താ എല്ലാത്തിനും നാ പറഞ്ഞിപ്പോയോ? ഇനി കിട്ടേണ്ടത് കിട്ടിയാലേ നീയൊക്കെ സത്യം പറയുള്ളൂ. ഞാൻ കുറ്റം പറയല്ല, ഈ സന്ദീപ് ഇവനെ ഏറ്റവും വലിയ കള്ളൻ. ശരിയാ, എല്ലാരും ചീത്തയാക്കുന്ന ഇവ ഒരുത്തനാ. എന്നിട്ട് കമാന്നൊരു അക്ഷരം മിണ്ടല്ലോ നോക്ക്. വേണ്ട, ഞാൻ ചോദിച്ചോളാം അവനോട്. ഉത്തരം പറയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സന്ദീപേ, എവിടുന്നാളാ ഇത്രയധികം കാശ്?
ടെൽ മീ സന്ദീപ്. നിന്നോട് അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ സന്ദീപ്? വെള്ളില്ലാണ്ട് അവരെങ്ങനെ അച്ഛാ ജീവിക്കുക? അതുകൊണ്ട് കിണർ കുത്തി കൊടുക്കാന്ന് വിചാരിച്ച. കിണർ കുത്തി കൊടുക്കുകയോ? സുമംഗളയുടെ നാട്ടിൽ ഇപ്പൊ മഴക്കാല അച്ഛാ. പക്ഷേ അടുത്ത വേനൽക്കാലത്ത് അവൾക്ക് എങ്ങോട്ടെങ്കിലും പോണ്ടി വരും. അവിടെ ഇപ്പോൾ ഭയങ്കര വരൾച്ചയല്ലേ. അതാ ഞങ്ങൾ കാശൊക്കെ കൂട്ടി വെക്കാന്ന് തീരുമാനിച്ചത്. അവിടെ ഒരു കിണർ കുത്തി കൊടുക്കാൻ മുഴുവൻ കാശാകുമ്പോ അയച്ചു കൊടുക്കാന്ന് കരുതി വെച്ചാ. സുമംഗളെ വീട്ടുകാർക്ക് തിരിച്ചേൽപ്പിച്ച് നമ്മൾ നമ്മുടെ ബാധ്യത നിറവേറ്റി. നമ്മൾ നമ്മുടെ സ്വസ്ഥതകളിലേക്ക് മടങ്ങി വന്നു. ആ കുട്ടി എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഒരു നിമിഷം പോലും നമ്മൾ ആരും അസ്വസ്ഥരായില്ല. പക്ഷേ ഏതോ ഒരു നാടിനെ ഓർത്ത് സങ്കടത്തിന്റെ ഒരു നുറുങ്ങ് ഈ കുട്ടികൾ ഹൃദയത്തിൽ കരുതി വെച്ചല്ലോ. നമുക്കില്ലാത്ത നന്മ നമ്മുടെ മക്കൾക്കുണ്ട്. ഇവരെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, സത്യത്തിൽ ഇവരെ ഓർത്ത് അഭിമാനിക്കുക വേണ്ടേ. ഒന്നാലോചിച്ചാ നമ്മളെയൊക്കെ തോപ്പിച്ച് കളഞ്ഞു ഇവന്മാര്. എടാ മക്കളെ, സുമംഗളയുടെ നാട്ടിൽ കിണർ കുത്തണേ. നിങ്ങൾ കരുതി വെച്ച ഈ ചില്ലറ ഒന്നും പോരാ. പുഴ പറ്റിയ എല്ലാ ഉറവകളും പറ്റും. അതാ സയൻസ്. എന്നാലും അവൾക്ക് വേണ്ടി നിങ്ങൾ കരുതി വെച്ച പണം അത് അവൾക്ക് തന്നെ അയച്ചു കൊടുക്കാം നമുക്ക്. പക്ഷെ നമ്മുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം അതിനൊപ്പം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കണ്ട സ്വപ്നം, നന്മ ഒക്കെ വെറുതെ ആവും. വേണു, ആ അതേടോ, നമുക്ക് അയച്ചു കൊടുക്കണം അവിടെ ഒരു കിണർ കുത്താനുള്ള ഫുൾ എമൗണ്ട്. യെസ് യെസ് യെസ്. கருப்பையா ஆ கருப்பையா தோ இன்னொரு ரெஜிஸ்டர்டு கடுதாசி கூட இருக்கு. இதுல வளைப்பட்டி கிராமம் நல்லவா போட்டிருக்கு. அந்த கிராமத்துல எல்லாரும் ஊரை காலி பண்ணிட்டு போயிட்டாங்களே, அங்க யாராவது இருக்கான்னு போய் பார்த்துட்டு வரட்டுங்களா? போயிட்டு வாங்க. சரி. சந்தீப், அதான் நினைக்கிட்டா. சந்தீப், அமர். മാഡം, എന്താ? സന്ദീപിനൊരു രജിസ്റ്റേർഡ് ഉണ്ട്. സന്ദീപ്, ഒപ്പിട്ട് വാങ്ങിച്ചോളൂ. ഇവിടെ മറന്നു കാണില്ലല്ലോ എന്നെ. ഞാൻ മുരുകനാണ്, സുമംഗളയുടെ മാമൻ. നിങ്ങളുടെ നാട്ടുകാരനായ അയൽഗ്രാമത്തിലെ ഒരു ഓഫീസറെ കൊണ്ടാണ് ഈ എഴുത്ത് ഞങ്ങൾ എഴുതിക്കുന്നത്. അവിടുത്തെ കുട്ടികൾ അയച്ചു തന്ന പണം ഞങ്ങൾ കൈപ്പറ്റി. കുട്ടികളുടെ ആ വലിയ മനസ്സിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വെള്ളമുണ്ടാകില്ലെന്ന് എല്ലാവരും പറഞ്ഞിട്ടും കുട്ടികൾ ആഗ്രഹിച്ചതുപോലെ കിണർ തന്നെ കുഴിക്കാൻ ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചത് നിങ്ങളുടെ കുട്ടികളുടെ കാരുണ്യത്തിലും പ്രാർത്ഥനയിലുമുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. അത്ഭുതമെന്ന് തന്നെ പറയാം, ഞങ്ങൾ കുഴിച്ച കിണറിൽ വെള്ളം കണ്ടിരിക്കുന്നു. പക്ഷേ കഠിനമായ വരൾച്ച സഹിച്ച് ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ കുട്ടികൾ വരുന്നതും കാത്ത്. ആ കിണറിൽ നിന്ന് ആദ്യത്തെ കുടം വെള്ളം കോരുന്നത് സന്ദീപും കൂട്ടുകാരുമായിരിക്കണമെന്ന് സുമംഗളയെപ്പോലെ ഈ ഗ്രാമം മുഴുവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വരണം. അതുവരെ ഞങ്ങൾ ഈ കിണറ്റിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കോരില്ല. വരുമല്ലോ? സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, മുരുകൻ. അങ്ങോട്ട് കൊണ്ടുപോകണം നമുക്ക്. കൊണ്ടുപോയേ പറ്റൂ, അതെത്ര ദൂരെയാണെങ്കിലും.
മനസ്സെത്ര കൊതിച്ചിരുന്നു കത്തുന്ന വേനലിൽ കൈക്കുമ്പിൽ നീട്ടി എത്ര നാൾ കാത്തിരുന്നു എത്ര നാൾ കാത്തിരുന്നു മനസ്സെത്ര കൊതിച്ചിരുന്നു കത്തുന്ന വേനലിൽ കൈകൊമ്പിൽ നീട്ടി എത്ര നാൾ കാത്തിരുന്നു എത്ര നാൾ കാത്തിരുന്നു
ഏയ് നിർത്ത്, ഇവിടെ നിർത്തി. ആ ലെഫ്റ്റിലേക്ക് കയറ്റി നിർത്ത്. എന്താ സാറേ വണ്ടി നിർത്താൻ പറഞ്ഞേ? ആ പുഴയിലെന്താ ഒരാൾക്കൂട്ടം? എക്സ്ക്യൂസ് മീ സർ, എന്താ അവിടെ? ഫാക്ടറി വരാൻ പോവാ. എന്ത് ഫാക്ടറി? പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ഫാക്ടറി. ഈ ലാൻഡ് മുഴുവൻ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുക. Why are you looking like this? Go back. No entry for public. വേണു, ലക്ഷ്മി,
തുടിപ്പും അറിവില്ലൊരാൾക്കുമി സങ്കടപ്പുഴയുടെ അടിനീരൊഴുക്കും തുടിപ്പും ഇരുകരകളും മുട്ടി ഒരു കാലമീ പുഴയുമാർത്തുലസിച്ചു കുതിച്ചു കടലിൻ്റെ ലാവണ്യ സലീലത്തിലവളന്നു ആമോദത്തോടെ പതിച്ചു കനിവറ്റ ലോകത്തിലാഴങ്ങൾ കാണാതെ വേനലിലേറെ തപിച്ചു കനിവറ്റ ലോകത്തിലാഴങ്ങൾ കാണാതെ വേനലിലേറെ തപിച്ചു നീരറ്റു വേഗമറ്റെല്ലാം അഴുക്കായി ഭൂഗർഭമേറി